ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എൻ്റെ പേര് ബിജി ആൻസൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ അതുകൂടെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നഴ്സിംഗ് പഠിച്ച് ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം പറയാനായിട്ട്, ഇന്ന് നമ്മളുടെ കത്തോലിക്ക സഭയിലെ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിൽ വരുന്ന ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ പേപ്പറിൽ ഇത് ഞാൻ വായിച്ചപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു 2 വാക്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. എനിക്ക് 35 വയസ്സായി. ഞാൻ ജനിച്ച അന്ന് മുതൽ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് എൻ്റെ നല്ല അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിയിട്ട് ഇന്നും ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾക്ക് കൂടെ പ്രവർത്തിക്കാനോ ഇടവരാതെ നല്ല സഭയുടേതായ എല്ലാ മൂല്യങ്ങളും വളർത്തി മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു. എൻ്റെ മക്കളെ ഞാൻ അതിൽ ജീവിച്ചുകൊണ്ടുവരുന്നു. എന്താണ് ക്രിസ്ത്യാനികൾ? എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറയുന്ന വ്യക്തികൾ. ക്രിസ്തു ചെയ്തിരുന്ന പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണമെന്നില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നു. അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മുടെ ഈ ക്രൈസ്തവരായ അച്ഛന്മാര്, നമ്മളിപ്പോ നമുക്ക് മാതൃകയാവുന്ന ഈ അച്ഛന്മാര് അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാര് നമ്മള് ഈ നഴ്സിംഗിന്റെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് മറ്റുള്ളവരെ ഈ കത്തോലിക്കരായിട്ടുള്ള ആളുകളിലെ ഇന്നിപ്പോ ഈ തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ കത്തോലിക്ക വീടുകളിലും ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ പത്രം വരുത്തുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. എല്ലാ കാര്യങ്ങളും എല്ലാ വീടുകളിലും ഒരുവിധം എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടാവും. അവിടെയുള്ള ഒരു വീട്ടിലെ ഒരു 90% ആളുകളെങ്കിലും ഈ പേപ്പർ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ് വെറുതെ ഈ അച്ഛന്മാരോട് ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലെഴുതിയിട്ട് ഈ മനുഷ്യരുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കുന്നത്? ഇതിലെഴുതിയിരിക്കുന്നതാണ് സമര നേതാക്കളുടെ ആവശ്യം സർക്കാർ നിരക്കിൽ വേതനം. ഇങ്ങനെയാണോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്? സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളതാണ്. 2016 നവംബറിൽ വിധി വന്നിട്ടുള്ളതാണ്. സുപ്രീം കോടതി നഴ്സുമാരുടെ മിനിമം ശമ്പളം 20,000 രൂപയാക്കാൻ. അതെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യണത്. അല്ലാതെ സർക്കാർ ശമ്പളം 30,000 35,000 വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന സംഭവം നടത്താൻ വേണ്ടിയിട്ടല്ല. എന്റെ പള്ളിയിൽ ഒരു കുർബാന ചെല്ലിക്കണേ ഞങ്ങൾ എത്ര രൂപ അടയ്ക്കണം? നഴ്സുമാരാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ശമ്പളം തരാതിരിക്കുക, ഞങ്ങൾക്ക് കുർബാനയ്ക്ക് നിങ്ങൾ പൈസ അടയ്ക്കേണ്ട, നിങ്ങൾക്ക് ഇത്രയല്ലേ ശമ്പളമുള്ളൂ, നിങ്ങൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യില്ലല്ലോ. എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പള്ളിയിലത്തെ ഓരോ ദശാംശങ്ങൾ പിരിയുന്നുണ്ട്. ഒരു പള്ളി പണിയാണെങ്കിൽ അതിന് ഇത്ര ശതമാനമാണ് ഒരു വീട്ടിൽ ഒരാൾക്കനുസരിച്ച് ഇതനുസരിച്ച് ജോലി, ജോലിക്കനുസരിച്ച് ഞങ്ങൾ പിരിവ്. എത്രയോ കാര്യങ്ങൾ പള്ളിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പിരിക്കണ്ട. 2 കുട്ടികളുള്ളൊരു വീട്ടമ്മയാണ് ഞാൻ. 2 കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യന്മാരായിട്ടുള്ള സ്കൂളിലാണ് എന്റെ മക്കൾ പഠിക്കുന്നത്. അവിടെ വല്ല ഫീസ് ഇളവ് നിങ്ങൾ തരുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ഇടയിൽ ഇതിനുള്ളിൽ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ ഒരു ക്രിസ്ത്യാനികളാണോ? നിങ്ങൾ ഈ അമലൻ ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലുകൾ, ഞാൻ ഈ അമല എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിച്ചിട്ട് പാസ്സായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ അമല എന്ന് പറഞ്ഞ സ്ഥാപനം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ അമല എന്ന് പറയുന്ന സ്ഥാപനം, ഈ ജൂബിലി മിഷൻ എന്ന് പറയുന്ന സ്ഥാപനങ്ങളും എത്ര നില 25-30 നിലകളുള്ള കെട്ടിടങ്ങൾ നിങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കല്ലേ? ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടുന്ന കാശ്? ഇതൊക്കെ വെറുതെ തരികയാണോ? നിങ്ങൾക്ക് ഉണ്ടാവാണോ? എന്നിട്ട് നഴ്സുമാരുടെ ശമ്പളം നിങ്ങൾക്ക് 10 രൂപ 20 രൂപ, ഞങ്ങൾ 20,000 രൂപയെങ്കിലും ഒരു മാസം അടിസ്ഥാന ശമ്പളം വേണമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ വിഷമം? ഈ അച്ഛന്മാരൊക്കെ എന്താ നിങ്ങളിതൊന്നും മനസ്സിലാക്കാത്തത്? ഞങ്ങൾക്ക് ബഹുനില കെട്ടിടം കെട്ടിപ്പൊക്കാനല്ല, ഞങ്ങളുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് ഇതിലെഴുതിയിരിക്കുകയാണ്, ഇനി ഇവർക്ക് ശമ്പളം കൂട്ടി കഴിഞ്ഞാൽ പ്രതിമാസം 1.5 കോടി രൂപ കൂടുതലായി കണ്ടെത്തേണ്ടി വരും. ഒരു വർഷം 18 കോടിന്ന്. ഈ കെട്ടിടങ്ങൾ പണിയാൻ നിങ്ങൾ എത്ര കോടികൾ ചെലവാക്കണ്ട? ഈ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾ എവിടുന്ന്? നിങ്ങളുടെ അരമനയെന്നോ നിങ്ങളുടെ രൂപതയെന്നോ നിങ്ങളെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാശാണോ? ഈ പാവപ്പെട്ട രോഗികളിൽ നിന്ന് നിങ്ങൾ പിഴിയുന്ന കാശല്ലേ? ഞങ്ങൾക്കറിയാം നിങ്ങൾ ഓരോ രോഗികളുടെ കയ്യിൽ നിന്നും നിങ്ങൾ അനാവശ്യമായിട്ട് എത്ര രൂപ എത്ര കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് വിളിച്ചു പറയണം സമൂഹത്തിന് മുന്നില്.
അതൊന്നും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര സൈലന്റ് ആയിട്ട് ഞങ്ങളുടെ നിസ്സാരമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങളുടെ വീടുകളിൽ നിർത്തി കൊണ്ടുതരാൻ വേണ്ടിയിട്ടൊന്നല്ല ഞങ്ങൾ പറയണത്. ഞങ്ങളുടെ നിങ്ങൾക്ക് ഈ കെട്ടിടങ്ങൾ പണിയുന്ന അവിടുത്തെ ഓരോ കൂലിക്കാർക്ക് നിങ്ങൾ എത്ര രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്? ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം 4-ാം ക്ലാസ്സും 7-ാം ക്ലാസ് അല്ലെങ്കിൽ 10-ാം ക്ലാസ്സെങ്കിലും പാസ്സായിട്ടുള്ള ഈ ബംഗാളികൾക്ക് നിങ്ങൾക്ക് 650-750 കൊടുക്കാം. അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം അവിടെ പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് അടുത്ത ബിൽഡിംഗ് അടുത്ത ബ്ലോക്കുകൾ പണിത് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഈ വക കാര്യങ്ങൾ ഇതൊക്കെ എഴുതി വയ്പ്പിക്കുന്നത്. എന്തിനാ അച്ഛന്മാർക്ക് ഈ ഈ കത്തോലിക്ക സഭയുടെ ഈ സ്വന്തം ലേഖനം നേരിട്ട് കിട്ടി എനിക്ക് അയാളൊന്ന് അഭിനന്ദിക്കണം എന്നുണ്ട്. ഇത്രയും മാന്യമായ രീതിയിൽ നോണ എഴുതിണ്ടാക്കാൻ അറിയണേന് ശരിക്കും നാണം തോന്നുന്നു. നാണം. കത്തോലിക്ക സഭയിൽ ഇതിലൊക്കെ ഈ സഭയിൽ എങ്ങനെ ഞങ്ങളുടെ മക്കളെയൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരണത്? ഈ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കൂ. ഈ സമൂഹത്തിലുള്ള നഴ്സുമാരിൽ ഒരു 75% ക്രിസ്ത്യാനികളാണ്. 75 നിങ്ങളും ചിന്തിച്ചു നോക്കിക്കോ. 75%-ലധികം വരുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. അവരുടെ വീടുകളിൽ മുഴുവൻ ഇത് വായിക്കില്ലേ? അവരുടെ വീട്ടുകാരിത് മുഴുവൻ മനസ്സിലാക്കില്ലേ? ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം? എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളിതൊന്നും മനസ്സിലാക്കണം. ഇത് വായിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കെങ്കിലും ചെയ്യും. ഇതിനു വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് സർക്കാർ ഇതിന് തരാൻ വേണ്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ആ സുപ്രീം കോടതി വിധി നടപ്പാക്കിയ 20,000 രൂപയെങ്കിലും ഒരു മാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും ഓരോ മാസം എത്ര രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, 1 കിലോ അരിയുടെ വില എന്താണ്, വെളിച്ചെണ്ണയുടെ വില എന്താണ്, പഞ്ചസാരയുടെ വില എന്താണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. നന്ദി.